ലോകേഷിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്നത്. ഇനി വെറും 30 ദിവസം കൂടിയുള്ള പടം റിലീസിനായിട്ട്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അപ്ഡേറ്റും പുള്ളിക്കാരൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ട്രെയിലർ ഈ വരുന്ന ഓഗസ്റ്റ് 2-നായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത്. ഡയറക്ഷൻ നമ്മുടെ ലോകേഷാണ്, അനിരുദ്ധാണ് ഗാനങ്ങൾ, അതുപോലെ തന്നെ രജനികാന്താണ് കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ടീമിന്റെ ഭാഗത്ത് 30 ദിവസത്തെ സ്പെഷ്യൽ പോസ്റ്ററും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ കോംബോ വീണ്ടും വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പുതിയ സംവിധാനത്തിൽ വരുന്ന മലയാള സിനിമയാണ് കരം. ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നോബൽ ബാബു തോമസ് ആണ് കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിക്കുന്നത്. ഷാൻ റഹ്മാനാണ് ചിത്രത്തിൽ ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. സെപ്റ്റംബർ മാസമാണ് റിലീസ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 25-ാം തീയതി ആയിരിക്കും പടം തിയേറ്റർ റിലീസിന് വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നോബൽ ബാബു തോമസിന്റെ ഏറ്റവും പുതിയ കരം എന്ന് പറഞ്ഞ ചിത്രത്തിനായിട്ട്. മറ്റൊരു മലയാള സിനിമയാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഈ വർഷത്തെ. ഓഗസ്റ്റ് 29 പടം റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന നിലവില്. നമ്മുടെ ജസ്റ്റിൻ വർഗീസ് ആയിരിക്കും ഗാനങ്ങൾ തിരക്കാൻ പോകുന്നത്. അഭിനവ് സുന്ദർ നായക് ആയിരിക്കും എഡിറ്റർ. ഡയറക്ഷൻ നമ്മുടെ അൽത്താഫ് സലീം ആയിരിക്കും. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു സിനിമയാണ് ടൊവിനോ തോമസിന്റെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞ സിനിമ. ടൊവിനോ തോമസ് ആയിരുന്നല്ല, നിവിൻ പോളിന്റെ ആയിരുന്നത്. നമ്മുടെ പൃഥ്വിരാജ് വൈശാഖ് കോംബോ വീണ്ടും വരാൻ പോവുകയാണ് ഒരു ആക്ഷൻ ത്രില്ലറിൽ. അതും 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അതും പോക്കി രാജ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു സിനിമയിൽ ഒന്നിക്കുകയാണ് അവര്. ഖലീഫ എന്ന ചിത്രത്തിന്റെ പൂജ നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ജൂൻ അബ്രഹാമാണ് നിർമ്മിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് തിരക്കഥാകൃത്ത്. മ്യൂസിക് നമ്മുടെ ജെയ്ക്സ് ബിജോയ് ആയിരിക്കും. ചെമ്മൻ ചാക്കോ ആയിരിക്കും എഡിറ്റർ. എന്തായാലും ഫസ്റ്റ് ഷെഡ്യൂൾ ഓഗസ്റ്റ് 6 ലണ്ടനിൽ വെച്ച് ആരംഭിക്കുന്നതായിരിക്കും ഖലീഫ ചിത്രത്തിന്റെ. നമ്മുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് നമ്മുടെ ആട് എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം. ലൊക്കേഷൻ സ്റ്റില്ല് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ടൈം ട്രാവൽ ഫാന്റസി എലിമെന്റ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതും 2 ഡിഫറെന്റ് പീരിയഡ്സിൽ. എന്തായാലും ചിത്രത്തിന്റെ റിലീസൊക്കെ ഈ വർഷം ക്രിസ്മസ് ആയിരിക്കും. എന്തായാലും ബോക്സ് ഓഫീസ് കേരളത്തിൽ തൂക്കിയടിക്കാനായിട്ട് ഒരു വമ്പൻ സിനിമ വരികയാണ്. കാത്തിരിക്കാൻ നമുക്ക് ഷാജി പാപ്പൻ ടീമിനായിട്ട്. ബത്ലഹീം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു സിനിമയ്ക്ക് അനൗൺസ്മെന്റ് നടന്നിരിക്കുകയാണ്. നിവിൻ പോളി മമിത ബൈജു സിനിമയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരുന്നു. ഒരു ടീം ഇങ്ങനെ സിനിമ വരുമെന്ന്. അതേപോലെ നടന്നിരിക്കുകയാണ്. നിവിൻ പോളി മമിത ബൈജു സിനിമ വരികയാണ്. വിഷ്ണു വിജയാണ് ഗാനങ്ങൾ തിരക്കാൻ പോകുന്നത്. ഡയറക്ഷൻ നമ്മുടെ ഗിരീഷ് ഏടിയാണ്. എന്തായാലും ചിത്രത്തിന്റെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. കൂടുതൽ സിനിമകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ.